ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5 സെൻറ്റ് പ്ലോട്ടിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 32 ലക്ഷം രൂപയ്ക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അടിപൊളിയായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ എലിവേഷൻ നോക്കാം. ഈ മുകൾ ഭാഗത്ത് കാണുന്നത് ഗ്ലാസ് അല്ല കേട്ടോ, ബോക്സ് ടൈപ്പിൽ ചെയ്തിട്ട് പെയിന്റിൽ ചെയ്തിട്ടുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസിന്റെ ഫീലാണ് കേട്ടോ കിട്ടുന്നത്. അതുപോലെ ഇവിടെ റൂഫിൽ ചെയ്തിട്ടുള്ളത് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റ് ആണ് കേട്ടോ. അതിന് താഴെ പാനൽ ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയിലാണ് ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ട്രഡീഷണൽ ലുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 സിമ്പിൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തൊക്കെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ മെയിൻ ഡോറ് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഡോറ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 3/4 ഭാഗത്തോളം ഡോറിന് സ്പേസ് കൊടുത്തിട്ട് ബാക്കി ഫിക്സ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ വിൻഡോസ് വന്നിട്ടുള്ളത് ഫുള്ള് ഗ്ലാസ് ആണ്. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള ഗ്ലാസ് വർക്കാണ്. ഇനി വീടിൻ്റെ ഒരു സൈഡ് പോർഷനാണ് ഈ കാണുന്നത്. ഈ ഒരു സൈഡിലൂടെയാണ് സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടി സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗവും നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വീട് എന്ന് തന്നെ പറയാം. അത്രയ്ക്കും നാച്ചുറൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. വീടിനകത്ത് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഫ്ലോറിൽ മാത്രമാണ് ലെതർ ഫിനിഷിംഗ് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ജിഐയുടെ സപ്പോർട്ടിനകത്ത് ഒരു വുഡൻ പീസ് കൊടുത്തിട്ടുള്ളതാണ്. ഇനി മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു പാസേജ് ഏരിയയും ലിവിങ്, ഡൈനിങ് എന്നിവ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയുടെ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവരുടെ അനിയൻ്റെ വർക്ക് തന്നെയാണ് കേട്ടോ. ആൾ എൻജിനീയർ ആണ്. അവരുടെ നമ്പർ വേണമെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കടന്നു വരുമ്പം റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പാർട്ടീഷൻ വർക്ക് മെറ്റലാണ് കേട്ടോ. ഇവിടെ സീലിങ്ങിൽ വരുന്നത് SPC പാനൽ ഷീറ്റാണ് കേട്ടോ. ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വലിയ പാനലാണ്. കൂടാതെ സിമ്പിൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് ഫുള്ള് ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ്. അതും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു വിൻഡോ ആണ് കേട്ടോ. ലോങ് കർട്ടൻ ആണ് അതിന് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു റിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തും മെറ്റലിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ ചെയ്തിട്ടുള്ള സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു വുഡൻ ടേബിളും ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ഇൻഡോർ പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന പാർട്ടീഷൻ വർക്ക് ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മെറ്റലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നെറ്റ് ഡിസൈനാണ്. ഇനി ഈ ഒരു പാസേജിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം ഭംഗിക്ക് വേണ്ടിയിട്ട് വാളിൽ വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കിടക്കുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൻ്റെ അതേ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ട് 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഡൈനിങ് നോക്കാം. അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ഡൈനിങ് ചെയ്തിട്ടുള്ളത്. മുകളിൽ GI ഫ്രെയിം കൊടുത്തിട്ട് വി ബോർഡ് ചെയ്തിട്ടുള്ളതാണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 6 സീറ്റോട് കൂടിയിട്ടുള്ള ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ലെപ്പോത്ര ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ്. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റിലോട്ടായിട്ടാണ് കിച്ചൺ വരുന്നത്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ഡോറ് വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കോർട്ട്യാർഡ് കൊടുത്തിട്ടാണ് അതിനകത്താണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് നോർമൽ ഓപ്പണിംഗ് ആണ്. ഇവിടെ പകുതി ഭാഗം ഈ ഒരു ഡിസൈന് ഇതൊരു ഇഷ്ടികയാണ്. ഒരു താബൂക്കിൻ്റെ ടൈപ്പിൽ വരുന്ന ഒരു ഇഷ്ടികയാണ്. ബാക്കി ഭാഗം GI ആണ് നൽകിയിട്ടുള്ളത്.
ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വുഡൻ ടൈപ്പ് ടൈലാണ്. ഈ ഒരു വാഷ് ബേസിനും കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. ഇതൊരു റോ സ്റ്റോൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വാഷ് ബേസിനാണ് കേട്ടോ. സ്റ്റോണിൻ്റെ മറ്റു ഭാഗങ്ങൾ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഉൾവശം പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഫ്ലോറിങ്ങിൻ്റെ കാര്യം കേട്ടോ. അത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്കൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വീട് നിൽക്കുന്നത് പാടം ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നുണ്ട്. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് കോട്ട സ്റ്റോൺ ആണ് കേട്ടോ. ടൈലോ മാർബിളോ ഒന്നും അല്ല, ഇതൊരു നാച്ചുറൽ സ്റ്റോൺ ആണ്. മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. കിച്ചണിൽ നിന്ന് ഒരു കൗണ്ടർ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ പ്ലൈവുഡിൽ ചെയ്തിട്ടുള്ളതാണ്. മുകളിലൊരു ഓപ്പൺ ഷെൽഫ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് നോക്കാം. ഈ ഒരു ഡോറും പ്ലൈവുഡിൽ ചെയ്തിട്ടുള്ളതാണ്. മെയിൻ ഡോറ് പോലെ തന്നെ ഒരു ഡിസൈനാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. പ്ലൈവുഡിൻ്റെ ഡിസൈനിൽ മാറ്റം വരാതെ ജസ്റ്റ് ഒരു പോളിഷ് മാത്രമാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇതുപോലെ വലിയ ഗ്ലാസ് വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ളൊരു കോട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിലായിട്ട് പ്രത്യേകിച്ച് ഡിസൈനുകളൊന്നും വരുന്നില്ല. നമ്മൾ വാർപ്പിടുന്ന സമയത്ത് തന്നെ ആ ഒരു ഷീറ്റ് വലിച്ച ഡിസൈൻ ഉണ്ടല്ലോ, അത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ലൈറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. റൂമിലേക്ക് കടന്നു വരുന്ന ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇനി ഇതാ ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. ഈ ഒരു ഡോറ് FRP ആണ്. ഈ ഒരു ബാത്റൂമിനകത്ത് ബേസ് വരുന്നുണ്ട്. ഒരു നോർമൽ വലിപ്പത്തിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. കടന്നു വരുന്ന ഭാഗത്ത് മാറ്റ് ടൈലും കുളിക്കുന്ന ഭാഗത്ത് വുഡൻ ടൈലുമാണ് വിരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. ഇവിടെ എല്ലാ ഡോറിനും ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നേരെ കാണുന്ന ഭാഗത്താണ് ബാത്റൂം വന്നിട്ടുള്ളത്. ഇതൊരു ലെങ്തി ആയിട്ട് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും വലിയൊരു വിൻഡോ വരുന്നുണ്ട്. കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ടൊരു സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. പിന്നെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അത്യാവശ്യം ഉയർത്തിയിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഇനി ബാത്റൂം നോക്കാം. ഇതും ഒരു നോർമൽ വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രേ ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് ടൈല് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് സ്റ്റെയറിൻ്റെ സൈഡിലോട്ട് വരാം. സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ജിഐയിലും വുഡിലുമാണ്. ജിഐയുടെ ഈ ഒരു രീതിയിലുള്ള ഹാൻഡ് റെയിലാണ് ഇതിന് നൽകിയിട്ടുള്ളത്. സ്റ്റെയറിന് താഴെയായിട്ടുള്ള ഭാഗം ഒരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് കിച്ചണിലേക്ക് എൻട്രൻസ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ ഷെൽഫ് ഉണ്ട്.
അതുപോലെ വെന്റിലേഷന് വേണ്ടിയിട്ട് റിബൺ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വാളിൽ പ്ലാസ്റ്ററിങ്ങിൽ തന്നെ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ട് നോർമൽ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി കിച്ചൺ നോക്കാം. കിച്ചണിലേക്കുള്ള ഈ ഒരു ഭാഗത്ത് ഡോറ് നൽകിയിട്ടില്ല കേട്ടോ. ഇവിടെ കിച്ചൺ ക്യാബിനറ്റുകൾ ചെയ്തിട്ടുള്ളത്, ലോവർ ക്യാബിനറ്റ് വന്നിട്ടുള്ളത് WPCയിലും അപ്പർ ക്യാബിനറ്റ് വന്നിട്ടുള്ളത് മറൈൻ പ്ലൈവുഡിലുമാണ്. കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോടുകൂടെ ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോർ റൂമിന് പകരം ഇങ്ങനെയൊരു ടോൾ യൂണിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. ഇനി ഈ ഒരു കിച്ചൺ കൂടാതെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട്. നമുക്ക് ഈ ഒരു കൗണ്ടർ നോക്കാം. ഇവിടെയാണ് കിച്ചൺ ക്ലോക്ക് കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിങ്ങിന് മാച്ചായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് നൽകിയിട്ടുള്ളത്. കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ഭാഗത്താണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ 4 ഡ്രോവറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സാധാരണ സ്റ്റവിന് പകരം ഇൻഡക്ഷൻ ബിൽറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട്. ഇനി ഡ്രോവറുകളുടെ സൗകര്യം നോക്കാം. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കട്ട്ലറിയാണ്. ഈ ഒരു ഭാഗത്ത് പ്ലേറ്റ് ട്രേ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് വർക്കിംഗ് കിച്ചണിലേക്ക് വിൻഡോ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു വർക്ക് ഏരിയ നോക്കാം. അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിനകത്താണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഒരു ഗ്ലാസ് സ്റ്റൗവും നൽകിയിട്ടുണ്ട്. ഇവിടെ റൂഫ് ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടും അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ പോർഷനിലായിട്ടാണ് സിങ്ക് വന്നിട്ടുള്ളത്. സിങ്കിന് മുകളിലായിട്ട് പാത്രം വെക്കുന്ന സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഗ്രാനൈറ്റിന് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ജിഐയുടെ ഇതുപോലുള്ളൊരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഒരു നെറ്റ് ഡിസൈനിലാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് മെഷീന് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അലക്ക് കല്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വിശേഷം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കണ്ടു നോക്കാം. GI ഫ്രെയിം കൊടുത്ത് സ്റ്റെപ്പിൽ വുഡ് വിരിച്ചിട്ടുള്ളതാണ്. ലാൻഡിങ്ങിൽ നിന്ന് മുകളിലേക്കുള്ള വ്യൂ ആണിത്. ലാൻഡിങ്ങിൻ്റെ ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്.
ഇവിടെ ഫ്ലോറിൽ വുഡൻ ടൈപ്പ് ടൈലാണ്. ഈ കാണുന്ന ഹാൻഡ് റെയിലിൻ്റെ ഭാഗം ലിവിങ്ങിന് മുകളിലായിട്ട് കാണുന്ന ഭാഗമാണ്. ഇവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഹാളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബാൽക്കണി കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു വുഡൻ ചെയർ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറുന്നൊരു ഏരിയ ആണ് കേട്ടോ. ഇനി ഇവിടെ വന്നിട്ടുള്ള 2 ബെഡ്റൂം കാണാം. താഴെ വന്നിട്ടുള്ള ബെഡ്റൂമിന് മുകളിലായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പാസേജ് കൊടുത്തിട്ട് 2 സൈഡിലായിട്ടാണ് റൂംസ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. താഴെ വന്നിട്ടുള്ള അതേ വിൻഡോ തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു ബേ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ബാത്റൂം നോക്കാം. ഫുള്ളി ഗ്രേ മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് ബോർഡ് വരുന്നത് സ്റ്റീലിലാണ്. ഈ ഒരു ഹെഡ് വോളിലായിട്ട് പ്ലൈവുഡ് ഡിസൈനാണ്. കോട്ടിൻ്റെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാർഡ്രോബ് വന്നിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിനകത്ത് ഒരു കുഞ്ഞു ബാൽക്കണി കൂടി കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. ഈ ഒരു വലിയ വിൻഡോ വന്ന ഭാഗത്താണ് ഇവിടെ ബാൽക്കണി വരുന്നത്. ഇതൊരു ഡോറാണ് കേട്ടോ. ചെറിയൊരു ഏരിയയാണ്. ഇവിടെ ജിഐയുടെ ഹാൻഡ് റെയിൽ കൊടുത്ത് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ല മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.